Good morning, welcome to the video tutorial. So today we are going to deal about conducting polymers. അപ്പോൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ഒരു ഏരിയ നമുക്ക് KTU നമ്മുടെ സിലബസിലുണ്ട് ആൻഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് വരുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. 4th മൊഡ്യൂളിലാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പോളിമേഴ്സിൻ്റെ 2 ടൈപ്പ് കോപോളിമേഴ്സ് ഡിസ്കസ് ചെയ്തു, ABS ആൻഡ് കെവ്ലാർ. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. ബിഫോർ ദാറ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ റിവൈസ് ചെയ്യാണ്. ഇവിടെ പോളിമേഴ്സ് ആൻഡ് മെറ്റൽസ് എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, പോളിമർ ആൻഡ് മെറ്റൽസ്. അപ്പോൾ ഇവിടെ നമുക്ക് പോളിമേഴ്സിനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, നോർമലി പോളിമേഴ്സ് ആർ ഇൻസുലേറ്റേഴ്സ് അല്ലേ. നമ്മൾ PVC എടുത്താൽ നൈലോൺ അങ്ങനെയുള്ള കുറേ പോളിമേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോളിമേഴ്സിൻ്റെ ഒക്കെ ഒരു ജനറൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റിംഗ് ബിഹേവിയർ ആണ്. സോ ഇൻസുലേറ്റേഴ്സ് ആൻഡ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സ് ആണ് അല്ലേ, കണ്ടക്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ് മെറ്റൽസ്. ആൻഡ് വി നോ ദാറ്റ് പോളിമേഴ്സ് ആർ ലെസ് കണ്ടക്റ്റീവ് ആൻഡ് മെറ്റൽസ് ആർ മോർ കണ്ടക്റ്റീവ്. ആൻഡ് നമുക്കറിയുന്ന ഒരു കാര്യമാണ്, എഗെയിൻ ഒരു ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ മെറ്റൽ ആയിക്കോട്ടെ, സെമി കണ്ടക്ടേഴ്സ് വാട്ടെവർ, കണ്ടക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ കണ്ടക്ഷൻ നടന്നു നമ്മൾ പറയുന്നത് എപ്പോഴാണ്, ഒരു ഫ്രീ ഇലക്ട്രോൺ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ടേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ഇൻസുലേറ്ററിൻ്റെ കേസിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ബാൻഡ് ഗ്യാപ്പ് വളരെ കൂടുതലാണ്, ഭയങ്കര ഫാർ ഡിസ്റ്റൻസിലാണ് രണ്ടും ഉണ്ടാവുക. ആൻഡ് ഇൻ കേസ് ഓഫ് മെറ്റൽസ് നമുക്കിവിടെ കാണാൻ പറ്റും, ഭയങ്കര ഷോർട്ട് ഡിസ്റ്റൻസിലാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവുക. മെറ്റൽസിൻ്റെ കേസിൽ ഷോർട്ട് ഡിസ്റ്റൻസിലാണ്, ലൈക്ക് ഇപ്പോൾ ഇവിടെ വാലൻസ് ബാൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടക്ഷൻ ബാൻഡും നിയർ ആയിട്ട് തന്നെ ഉണ്ടാവും. ഞാനിവിടെ മിഡിലൊരു സ്പേസ് വിട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇവിടെയാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അപ്പോൾ ഇതെന്തിനോട് സിമിലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് സിമിലർ ടു സെമി കണ്ടക്ടേഴ്സ് അല്ലേ. സെമി കണ്ടക്ടേഴ്സിൻ്റെ പൊസിഷനിലാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ഉള്ളത്. ആൻഡ് ദാറ്റ് മീൻസ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആർ more conducting than polymers and less conducting than metals അല്ലേ. ഇൻ ബിറ്റ്വീൻ പോളിമേഴ്സ് ആൻഡ് മെറ്റൽസ് ആണ്. നമ്മളിതിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് മീൻസ് പോളിമേഴ്സ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. ഒരു സിമ്പിൾ ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതേപോലെ നമ്മളിതിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വരച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും അല്ലേ. ഇത്രയാണ് ബാൻഡ് ഗ്യാപ്പും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. അത് എവിടെ വരുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇൻ ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആർ കണ്ടക്ടേഴ്സ്, അതിൻ്റെ ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെ പഠിച്ചിട്ടുള്ള കുറേ ടേംസുകൾ ഇവിടെ വരും. ഡെഫിനിഷൻസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ ചില ടേമുകളൊക്കെ വരുമ്പോൾ ഓക്കെ നമ്മളിത് സെമി കണ്ടക്ടേഴ്സിൽ കേട്ട ടേമുകളാണ് എന്നുള്ള ഒരു എന്താ നമുക്ക് ഓർമ്മ വരും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജസ്റ്റ് ഒരു കാര്യം ആലോചിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് അത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. ദർ ആർ 2 types ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും, ഗസ് ചെയ്യാൻ പറ്റുമോ, എക്സ്ട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ടേംസ് ഇവിടെ പഠിച്ചിട്ടുണ്ട്, സെമി കണ്ടക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ട ടേംസ് ആണ്, ബട്ട് ഡെഫിനിഷൻസ് ഒന്നും സെയിം അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറലി കണ്ടക്റ്റിംഗ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോൺജുഗേറ്റഡ് പൈ ബോൺസ് ആണ് അല്ലെ, കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ആണ് കണ്ടക്ഷൻ ഉണ്ടാക്കുന്ന റീസൺ. ഇൻ കേസ് ഓഫ് ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്താണ്, കോൺജുഗേറ്റഡ് പൈ ബോൺസ്. കോൺജുഗേറ്റഡ് അതായത് എന്താണ്, കണ്ടക്റ്റിംഗ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോൺജുഗേറ്റഡ് പൈ ബോൺസ്. ആൻഡ് ഹിയർ എക്സ്ട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമർ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ ടേം ആലോചിക്കുക. ദാറ്റ് മീൻസ് എക്സ്ട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആർ കണ്ടക്റ്റിംഗ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേർണലി ആഡഡ് സബ്സ്റ്റൻസസ്. അത്രയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ചെറിയ ഡെഫിനിഷൻ. ഇനി ഫെർദർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ് ഫെർദർ ക്ലാസിഫിക്കേഷൻ? Intrinsic conducting polymers are further classified as conjugated
കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. എന്താണ്? കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആൻഡ് ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. ഇതും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേംസാണ് സെമി കണ്ടക്ടേഴ്സിൽ. അതാണ് ഞാൻ പറഞ്ഞ ടേംസുകൾ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹിയർ എക്സ്റ്റെൻസീവ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് എലമെൻറ്റ് ഫിൽഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അപ്പോൾ ഒരു ഇ എന്നുള്ള ടേം തന്നെ വരുന്നുണ്ട്. എലമെൻറ്റ് ഫിൽഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആൻഡ് ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് കോൺജുഗേറ്റഡ് പൈ ബോൺസ്. എന്താണ് കോൺജുഗേറ്റഡ് പൈ ബോൺസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ കോൺജുഗേറ്റഡ് പൈ ബോൺസ്? ആൾട്ടർനേറ്റീവ്, സിംഗിൾ ആൻഡ് ഡബിൾ ബോൺസ്. അതിനെയാണ് കോൺജുഗേറ്റഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് നമ്മൾ പറയുന്നത്. അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് വരുന്ന പോളിമേഴ്സ് ആയിരിക്കണം ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ എക്സ്റ്റൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണലി നമ്മൾ സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എക്സ്റ്റേണലി ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് റീസൺ. സോ നെക്സ്റ്റ് ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനെ നമ്മൾ പഠിക്കുകയാണ്. എക്സ്റ്റൻസീവ് കോൺജുഗേഷൻ ഇൻ ദ പോളിമറിക് ബാക്ക് ബോൺ. അങ്ങനെയുള്ള പോളിമേഴ്സാണ് ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. കോൺജുഗേഷൻ ഉണ്ടായിരിക്കണം. ഒരു ബാക്ക് ബോൺ പോളിമറിൻ്റെ മെയിൻ ചെയിനിൽ ഒരു എന്തുണ്ടായിരിക്കണം? കോൺജുഗേഷൻ ഉണ്ടായിരിക്കണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. എന്താണ് ഈ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്? അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് കോൺജുഗേറ്റഡ് ആണ്, പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ആൻഡ് ദാറ്റ് പൈ ഇലക്ട്രോൺസ് ആൻഡ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ. അതാണ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമർ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന എക്സാമ്പിൾ പോളി അസെറ്റ്ലീൻ ആണ്. പോളി അസെറ്റ്ലീൻ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോളി അസെറ്റ്ലീൻ വരക്കുക. 1 2 3 4 5. ഞാനൊരു 5 ചെയിൻ എടുത്തിട്ട് വരക്കുകയാണ്. ഇതാണ് പോളി അസെറ്റ്ലീൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? കോൺജുഗേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് പോളി അസെറ്റ്ലീൻ എടുക്കുന്നത് അല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു എക്സാമ്പിൾ പോളി അസെറ്റ്ലീൻ ആണ്. ഇതിൽ കോൺജുഗേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേ. ഉണ്ട്. എന്തുകൊണ്ടാണ്? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ, അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. ദാറ്റ് മീൻസ് കോൺജുഗേഷൻ ഉണ്ട്. കോൺജുഗേഷൻ ഉണ്ട്, എക്സ്റ്റെൻസീവ് കോൺജുഗേഷൻസ് ഉണ്ട്. ഇങ്ങനെ കോൺജുഗേഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് നടക്കും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ പൈ ബോണ്ട്സ് ഉണ്ട് അല്ലേ? ഈ പൈ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വീക്ക് ബോണ്ട്സ് ആണ് അല്ലേ? സിഗ്മ ബോണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സിഗ്മ ബോണ്ട് ഉണ്ട്, ഇവിടെ പൈ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പൈ ബോണ്ട്സ് കുറച്ച് വീക്കായിട്ടുള്ള ബോണ്ടാണ്. അതായത് പൈ ബോണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ ഡീലോക്കലൈസേഷനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു ബോണ്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ ഷിഫ്റ്റ് ചെയ്ത് പോകാനുള്ള, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണാണ് എടുക്കുന്നതെങ്കിൽ പൈ ഇലക്ട്രോൺസ് ഒരു ഏരിയയിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യാതെ അതിങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് പോയിട്ട് എൻറ്റയർ പോളിമർ സ്ട്രക്ചറിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് കണ്ടക്ഷൻ അല്ലേ? മൂവിങ് ചാർജ് അല്ലെങ്കിൽ മൂവിങ് ഇലക്ട്രോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കണ്ടക്ഷൻ ഉണ്ടാവുമെന്ന് നമുക്കറിയാം അല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ലോവർ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? പ്രസൻസ് ഓഫ് കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് അലോങ് ദ ബാക്ക് ബോൺ ഓഫ് ദ പോളിമർ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ orbitals of conjugated pi electrons overlap over the entire backbone of the polymer, and this leads to the formation of valence band and conduction band. So ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ പൈ ഓർബിറ്റൽസ്, പൈ ബോണ്ട്സ് ഉണ്ട്, പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പൈ ഓർബിറ്റലും ഉണ്ടാവുമല്ലോ. ഞാൻ ആ പൈ ഓർബിറ്റൽ ഇവിടെ വരക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊരു എക്സ്ട്രാ സ്റ്റഡീൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം പൈ ബോണ്ട്സ് ഉണ്ടെങ്കിൽ പൈ ഓർബിറ്റൽസ് ഉണ്ടാവും. സോ ഇങ്ങനെ പൈ ബോണ്ട്സ് ഉണ്ട്, ഈ പൈ ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ പൈ ഓർബിറ്റൽസ് ഉള്ളത്? അടുത്തടുത്താണുള്ളത് അല്ലേ? അങ്ങനെ അടുത്തടുത്താവാനുള്ള റീസൺ കോൺജുഗേഷൻ ആണ്. അല്ലാണ്ട് ഇപ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ നിങ്ങൾ എടുക്കുകയാണ്, അപ്പോൾ അതിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ ഇവിടെയാണ് ഒരു ഡബിൾ ബോണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്. ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമോ? കാരണം എന്താണ്? ചെയ്യുമോ? ഇല്ല. കാരണം ഡിസ്റ്റൻസിലാണുള്ളത്. ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ല, കാരണം ഇത് കോൺജുഗേഷൻ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്കിതൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്
ഇവിടെ നമ്മൾ കോൺജുഗേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ മസ്റ്റ് ആവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ അടുത്തടുത്ത് ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് ഇതിന് ഓവർലാപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഈ പൈ ഓർബിറ്റൽസിന് ഓരോ ഓർബിറ്റലുമായിട്ട് അടുത്തടുത്തുള്ള ഓർബിറ്റലാണ് അത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് ഇത് വരുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എൻ്റെ സ്ട്രക്ചറിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ആക്ച്വലി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്, ഒരു പാത്താണ് ഉണ്ടാവുന്നത് അല്ലേ, ഒരു കണ്ടക്ഷൻ പാത്താണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതായത് ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ള ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു കണ്ടക്ഷൻ പാത്ത് ക്രിയേറ്റ് ചെയ്യല്ലേ. കാരണം എന്താണ്, ഇങ്ങനെ മൂവ് ചെയ്ത് പോവാം. ഈ പാത്തിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് ഓഫ് പൈ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് എന്ത് പോയിൻ്റാണ്, ഒരു പോയിൻ്റ് എന്താണ്, പൈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. പൈ ഓവർലാപ്പിംഗ് നടക്കുന്നുണ്ട്. പൈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് along the entire backbone of the polymer, and this leads to the formation of conduction band and valence band, അല്ലെങ്കിൽ valence band and conduction band. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ബാൻഡ്സ് ക്രിയേറ്റ് ചെയ്യും, വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ബാൻഡ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്റ്റിംഗ് നാച്ചർ കിട്ടി അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവേഷൻ നമ്മൾ കൊടുക്കണം. അതായത് വെറുതെ ഒരു ബാൻഡ്സ് ഉണ്ടായി അവിടെ വെറുതെ ഇലക്ട്രോൺസ് അങ്ങ് ജമ്പ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവേഷൻ ഇവിടെ കൊടുക്കണം. ഒന്നെങ്കിൽ തെർമൽ ആക്ടിവേഷൻ ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഫോട്ടോലിറ്റിക് ആക്ടിവേഷൻ നമ്മൾ കൊടുക്കണം. തെർമൽ ഓർ എന്താണ് ഫോട്ടോലിറ്റിക് ആക്ഷൻ നമ്മൾ കൊടുക്കണം. HNO എന്ന് പറഞ്ഞിട്ട് കാണിക്കും അത്. എന്നാൽ മാത്രമേ ഇലക്ട്രോൺസ് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റഡ് ആവുള്ളൂ. എന്നിട്ട് അത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോവും. നമുക്ക് എന്ത് കിട്ടും, കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കിട്ടും, അല്ലെ കണ്ടക്റ്റിംഗ് ആവും. അല്ലെ കണ്ടക്ഷൻ എന്ന് പറയാം നമുക്ക്. കണ്ടക്ഷൻ നമുക്ക് കിട്ടും. അതായത് എന്ത് ചെയ്യാൻ തുടങ്ങി, പോളിമേഴ്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമറിൽ കണ്ടക്ഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആലോചിച്ച് വെക്കുക, ഓവർലാപ്പിംഗ് ഓഫ് പൈ ഓർബിറ്റിൽ ഓർമ്മിച്ച് വെക്കുക. അതാണ് ഇവിടെ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ഫിഗർ കൂടെ പറഞ്ഞു തരാം. അതായത് സെയിം പോളി അസറ്റ്ലീൻ്റെ തന്നെ ഒരു ഫിഗർ കൂടെ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. 1 2 3 4 5. ഇപ്പം ഞാനൊരു 5 സ്ട്രാൻഡ് എടുത്തിട്ട് ഇത് പറയുന്നതേ ഉള്ളൂ, എങ്ങനെയായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൈ ബോൺസ് കാണിക്കാണ്ട് ഡയറക്റ്റ് പൈ ഓർബിറ്റിൽ വരക്കുകയാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് ഇത് ഓർത്ത് വെക്കാം. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, 2 പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയുന്നൊരു കാര്യമാണ് ലാറ്ററൽ ഓവർലാപ്പിംഗ് ആണ് എന്ത് പൈ ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ പൈ ബോൺസ് ആണ് കാണിക്കുന്നത്. ഇത് തമ്മിൽ ലാറ്ററലി ഓവർലാപ്പ് ചെയ്തിട്ട് പൈ ബോൺസ് ഫോം ചെയ്യുമല്ലോ. ഇനി നമ്മളെന്താ പറയുന്നത്, കണ്ടക്ഷൻ ഉണ്ടാവുന്നത് ഡ്യൂ ടു ദ ഓവർലാപ്പിംഗ് ഓഫ് പൈ ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവുകയാണ്, പൈ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്, ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. മറ്റേത് കാണിക്കുന്നത് പൈ ബോണ്ട്. ബ്ലൂവിൽ കാണിച്ചിട്ടുള്ളത് പൈ ബോണ്ട്. ഇതെന്താണ്, ആക്ച്വലി പൈ ബോണ്ട് ഫോർമേഷനാണ്. ഈ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്, ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. അതായത് കണ്ടക്റ്റിംഗ് പാത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫിനിഷായി. ഇപ്പം ഞാനിവിടെ പറയുന്നൊരു എക്സാമ്പിൾ നമുക്ക് പിന്നെയും പഠിക്കാനുള്ളൊരു എക്സാമ്പിളാണ്. അതാണ് എക്സാമ്പിൾസ് ഓഫ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമർ. ഫസ്റ്റ് എക്സാമ്പിൾ പോളി അനിലിനാണ് ഒരു എക്സാമ്പിൾ. ഇത് വരക്കാൻ സിമ്പിളാണ്. ബെൻസീന് വരക്കുക, എന്നിട്ട് NH കാണിക്കുക, ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 എക്സാമ്പിൾസ് ഇവിടെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ഞാനിപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. ഇത് പോളി അനിൽ, ഇത് നമുക്ക് ഓർത്ത് വെക്കാം. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോളി പൈറോൾ. ഇത് രണ്ടും ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്, ഇത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും ഹെൽപ്പ് ചെയ്യും, ഇവിടെയും നമുക്കിത് ഹെൽപ്പ് ചെയ്യും. പോളി പൈറോൾ വരക്കുമ്പോൾ
ഒരു പെൻറ്റഗൺ റിങ് വരയ്ക്കുക, NH ഇങ്ങനെ കാണിക്കുക, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. കണ്ടോ, ഈസിയാണിത് വരയ്ക്കാൻ, അത്ര വലിയ പാടൊന്നുമില്ല നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾസ് ഓഫ് കണ്ടക്റ്റിംഗ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. ഈ 2 എക്സാമ്പിൾസും കൂടെ ഇവിടെ നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഡോപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആണ്. അപ്പോൾ ഡോപ്പിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയുകയാണ്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്സ് ഡോപ്പിംഗ് ആണുള്ളത്, പി ഡോപ്പിംഗ് ആൻഡ് എൻ ഡോപ്പിംഗ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. പി ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡോപ്പിംഗ്, എൻ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡോപ്പിംഗ്. ആൻഡ് പോസിറ്റീവ് ഡോപ്പിംഗിൽ നടക്കുന്നത് ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ്. ആൻഡ് ഇവിടെ നടക്കുന്നത് റിഡക്ഷനാണ്. റിഡക്ഷൻ മീൻസ് അഡീഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇത് ഡോപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ആണ്, ജനറലി ഉള്ള ഐഡിയ. ഇനി നമുക്ക് ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നോക്കാം. നമുക്ക് എന്തിനാണ് ഡോപ്പ് ചെയ്യുന്നത്? നമുക്കറിയാലോ, നമ്മൾ സെമി കണ്ടക്ടേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡോപ്ഡ് എന്ന് പറയുന്നത്, അതായത് ഡോപ്പ് ചെയ്യുന്നത് എന്തിനാണ്? കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ദാറ്റ് മീൻസ് ഇപ്പോൾ കോൺജുഗേറ്റഡ് കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന് കണ്ടക്ഷൻ ഉണ്ട്, പക്ഷേ ആ കണ്ടക്ഷൻ വളരെ ലെസ് ആയിട്ടുള്ള കണ്ടക്ഷനാണ്, വലിയൊരു മെറ്റൽസുമായിട്ട് സിമിലർ ആയിട്ടുള്ള കണ്ടക്ഷനൊന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? കണ്ടക്ഷൻ ക്യാരക്ടർ കൂട്ടാൻ വേണ്ടി, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോസസ്സാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഡോപ്പിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന്, ദാറ്റ് മീൻസ് കോൺജുഗേഷൻ ഉള്ള പോളിമേഴ്സിന് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചാർജ് ട്രാൻസ്ഫർ ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ഇവിടെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ലൂയിസ് ആസിഡോ ലൂയിസ് ബേസോ വെച്ചിട്ടാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. ചാർജസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ കോമ്പൗണ്ട് ബിക്കം കണ്ടക്റ്റിംഗ് ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ അതേ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ ഡോപ്പ് ചെയ്യുന്നു. ഡോപ്പ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഇൻക്രീസസ് ദ കണ്ടക്ഷൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ഡോപ്പിംഗ് ആയിട്ട് ഇനി നോക്കാം. ഫസ്റ്റ് ഡോപ്പിംഗ് എന്താണ്? പി ഡോപ്പിംഗ് അല്ലേ? പി ഡോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. എന്ത് ഡോപ്പിംഗ് ആണ് എടുക്കുന്നത്? പി ഡോപ്പിംഗ് ആണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. പി ഡോപ്പിംഗ്, പോസിറ്റീവ് ഡോപ്പിംഗ്, ഓക്സിഡേഷനാണ് നടക്കുന്ന പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനെ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ വരണം. ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിവിടെ ചെറുതായിട്ട് എഴുതാം. കോൺജുഗേഷൻസ് ഉള്ള കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് ഉള്ള പോളിമേഴ്സ്. ഇങ്ങനെയുള്ള പോളിമേഴ്സിനെ എടുത്തിട്ട്, കോണ്ടക്റ്റിംഗ് പോളിമേഴ്സിനെ എടുത്തിട്ട് ട്രീറ്റഡ് വിത്ത് ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ്സ് ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. എക്സാമ്പിൾ BF3 FeCl3. ലൂയിസ് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് പ്രോസസ്സ് നടക്കുകയാണ്? ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. ബിക്കോസ് ലൂയിസ് ആസിഡ്സ് ആർ ടേക്കിംഗ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ കോമ്പൗണ്ട്. സോ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ് അല്ലേ? ദാറ്റ് മീൻസ് ഒരു ചാർജ് ഇവിടെ ഉണ്ടായി. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് നോർമൽ ചാർജ് എന്നല്ല, റാഡിക്കൽ അയോൺസ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഡോപ്പ് ചെയ്യുമ്പോൾ. എന്ത് ഡോപ്പ് ചെയ്യുമ്പോൾ? ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനെ ലൂയിസ് ആസിഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം ഈ റാഡിക്കൽ അയോൺസിന് നമ്മൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ പറയുന്ന ഒരു പേരുണ്ട്. ആ പേരാണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് പോളറോൺ. എന്താണ്? പോളറോൺസ് ആർ ചാർജ് കാരിയർ. അപ്പോൾ ചാർജ് കാരിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ദ കോമ്പൗണ്ട് ബിക്കം കണ്ടക്റ്റിംഗ്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകൾ നടക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിസം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. പോളറോൺസ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ എയിം. അപ്പോൾ ഇങ്ങനെ പോളറോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പോളറോൺസ് ആണ് ചാർജ് കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ചാർജ് കാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അല്ലെങ്കിൽ നോർമലി ഉള്ള കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ കണ്ടക്ഷൻ ഒന്നുകൂടെ നന്നായിട്ട് ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയാക്ഷനിലോട്ട് ഡയറക്റ്റ് പോവാം. ഇപ്പോൾ പി ഡോപ്പിങ്ങിൻ്റെ റിയാക്ഷനാണ് ഞാനിനി പറയുന്നത്. പി ഡോപ്പിങ്ങിൻ്റെ റിയാക്ഷനാണ് ഞാനിനി പറയുന്നത്. പി ഡോപ്പിങ്ങിൻ്റെ റിയാക്ഷൻ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് എഗെയിൻ ഏത് കോമ്പൗണ്ടാണ്? പോളി അസെറ്റലീൻ തന്നെയാണ്. പോളി അസെറ്റലീൻ ഞാൻ ഇവിടെ വരക്കാം. 1 2 3 4 5. ഇങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ എണ്ണീറ്റ് വരക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്
ഇത്രയും സ്ട്രാൻഡ് മതി നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയൊരു സ്ട്രാൻഡ് ഒരു ഓർഡറിൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇവിടെ ഞാനൊരു കാര്യം ചെയ്യാണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പോളി അസറ്റിലിൻ. ഇവിടെയാണ് ഞാൻ പി ഡോപ്പിംഗ് കാണിക്കുന്നത്. അപ്പോൾ പി ഡോപ്പിംഗ് കാണിക്കുമ്പോൾ നമുക്കറിയാം ലൂയിസ് ആസിഡ് വരുന്നു, ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൈ ഇലക്ട്രോൺസ് ആണ് ലൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 പൈ ഇലക്ട്രോൺസ് ആണല്ലോ അല്ലേ? ആ കാര്യം നമുക്കറിയാലോ. ആ കാര്യം നമുക്ക് അറിയാം. സോ ഞാൻ സെലക്ട് ചെയ്യുന്ന പൊസിഷൻ അതാണ്. ഇനി എന്താ ചെയ്യുന്നത്? ലൂയിസ് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നടക്കേണ്ട പ്രോസസ്സ് ഓക്സിഡേഷൻ ആണ്. ദാറ്റ് മീൻസ് ഒരു ഇലക്ട്രോൺ ലൂസ് ആവണം അല്ലേ? ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ നഷ്ടപ്പെടും. അപ്പോൾ എന്ത് നടക്കുന്നു നമുക്ക് നോക്കാം. 1 2 3 4 5. അപ്പോൾ ഈ ഒരു കറക്റ്റ് വേർട്ടിക്കലായിട്ട് എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചേഞ്ച് ഇല്ലാതെ അങ്ങനെ എഴുതുകയാണ്. ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോൺസ് ലൂസായി. ഇവിടെ നിന്നാണ് ഞാൻ ഒരു ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നത്, ഇവിടുന്ന്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് ഇലക്ട്രോൺ ലൂസായി, ഈ ബോണ്ടിൽ ഇലക്ട്രോൺ ലൂസായിട്ട് അവിടെ പോസിറ്റീവ് ചാർജ് വരും. ആൻഡ് ദ റിമൈനിങ് റാഡിക്കൽ ഇവിടെ നിൽക്കും. ക്ലിയർ ആയല്ലോ? അടുത്ത സ്റ്റേജിൽ എന്താണ്? ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് സ്റ്റേബിൾ അല്ല. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബോണ്ടിൽ ഇവിടെയും 2 ഇലക്ട്രോൺസ് ഉണ്ട് ആണല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഏറോ മാർക്ക് ഒന്ന് ശ്രദ്ധിച്ചു. ഈ ഏറോ മാർക്ക് എങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്? കംപ്ലീറ്റ് ആയിട്ടുള്ള ഏറോ മാർക്ക് അല്ല, ഇത് ഹെട്രോലിറ്റിക് ആയിട്ടുള്ള ഏറോ മാർക്കാണ് ഇവിടെ കാണിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏറോ മാർക്കല്ല നമ്മളവിടെ കാണിക്കേണ്ടത്. എങ്ങനത്തെ ഏറോ മാർക്കാണ്? ഇങ്ങനെ ഹെട്രോലിറ്റിക് ആയിട്ടുള്ള ഒരു ഏറോ മാർക്കാണ് അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. 1 2 3 4 5. ചേഞ്ച് ഇല്ലാത്തൊക്കെ ഞാൻ അങ്ങനെ തന്നെ വരക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യണം. അപ്പോൾ ഈ ഇലക്ട്രോണും ഈ വരുന്ന ഒരു ഇലക്ട്രോണും തമ്മിലൊരു ബോണ്ടായിട്ട് ഇവിടെ നിൽക്കും. ഞാൻ ആ ബോണ്ടിനെ സെപ്പറേറ്റ് കാണിച്ചില്ല. ആ ബോണ്ടിനെ നമ്മൾ ഇങ്ങനെ കാണിക്കുകയാണ്. ഈ ബോണ്ടിന് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാകുന്ന റിയാക്ഷൻ? ഇവിടുന്ന് ഒരു ഇലക്ട്രോണ് ലൂസായി, പോസിറ്റീവ് ചാർജ് എഗെയിൻ, റാഡിക്കൽ ഹിയർ. ഈ പ്രോസസ്സ് നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ വരക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി വരക്കാം. എങ്ങനെയാണ് വരക്കുക? ഇവിടെ ഒരു എന്തുണ്ട്? ഇവിടെയും ബോണ്ട് ഉണ്ട്. ഇവിടുന്ന് ബോണ്ട് ഷിഫ്റ്റ് ചെയ്തൂടെ? ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തൂടെ? എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം? ഹെട്രോലിറ്റിക് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 3 4 5. ഇവിടെ ചേഞ്ച് ഇല്ല. എവിടെയാണ് ചേഞ്ച് ഉള്ളത്? ഇവിടെ ഒരു എക്സ്ട്രാ, ഇവിടുന്ന് ഒരു ബോണ്ടും ഒരു ഇലക്ട്രോണും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു ചാർജ് വന്നു, ഒരു ബോണ്ട് വന്നു. ഇവിടെ പോസിറ്റീവ് ചാർജായി. ഇവിടെ ഒരു റാഡിക്കലായിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു റാഡിക്കലായിട്ട്. അത് നമുക്ക് ഇങ്ങനെ എത്ര വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ എന്തുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റേജിൽ തന്നെ പോളറോൺസ് ക്രിയേറ്റ് ചെയ്തു ആണല്ലോ. പോളറോൺസ് ക്രിയേറ്റ് ചെയ്തു. പോളറോൺസ് ആർ ചാർജ് കാരിയർ അല്ലെങ്കിൽ റാഡിക്കൽ അയോൺ. അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന് നമ്മൾ പോളറോൺ എന്ന് പറയുന്നതല്ല. നമ്മൾ ജനറലി റാഡിക്കൽ അയോണിനെയാണ് നമ്മൾ പോളറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളറോണിൻ്റെ പ്ലേസ് മാറുന്നുണ്ടോ എന്ന്, പൊസിഷൻ മാറുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇവിടെയായിരുന്നു, ദെൻ ഇവിടെയായിരുന്നു, ദെൻ ഇവിടെയായിരുന്നു. അതായത് പൊസിഷൻ മാറുന്നുണ്ട് അല്ലേ? പൊസിഷൻ മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ മൂവിങ് അല്ലേ? പോളറോൺസ് ആർ മൂവിങ്. ദാറ്റ് മീൻസ് ദേ ആർ മൊബൈൽ. മൊബൈൽ മീൻസ് ചാർജ് കാരിയേഴ്സ് ആർ ഓൾവേസ് മൊബൈലാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് പോളറോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ. അതാണ് ഇപ്പോൾ ഒരു കറണ്ട് കാരിയറായിട്ട് പോളറോൺസ് ഇവിടെ ആക്ട് ചെയ്യും. അപ്പോൾ അത് കണ്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ പോളറോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും റീഅറേഞ്ച് ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ലേ അല്ലേ? ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും റീഅറേഞ്ച് ചെയ്ത് പൊസിഷൻ മാറുന്നുണ്ട്. സോ ദിസ് പോളറോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ നടന്നു നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇതാണ് പോസിറ്റീവ് ഡോപ്പിങ്ങിൻ്റെ മെക്കാനിസം. നെക്സ്റ്റ് എൻഡോപ്പിംഗ് ആണ്. എൻഡോപ്പിങ്ങിൻ്റെ പ്രോസസ്സും സിമിലർ വേയിൽ തന്നെയാണ്. ഇൻട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമർ ഈസ് ട്രീറ്റഡ് വിത്ത് ലൂയിസ് ബേസ്. ലൂയിസ് ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലിഥിയം, സോഡിയം, കാൽഷ്യം ഓർ ടെറിഷ്യറി ബ്യൂട്ടൈൽ അലൂമിനിയം TBuAl. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? റിഡക്ഷനാണ് നടക്കുന്ന പ്രോസസ്സ്. ആസ് എ റിസൾട്ട് ഓഫ് റിഡക്ഷൻ പോളറോൺസ് ആൻഡ് ബൈപോളറോൺസ് ക്രിയേറ്റഡ്. ആൻഡ് പോളറോൺസ് ആർ ബൈപോളറോൺസ് ആർ ചാർജ് കാരിയേഴ്സ്. അപ്പോൾ ചാർജ് കാരിയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. അപ്പം നമുക്കതിൻ്റെ നമുക്കിതിൻ്റെ മെക്കാനിസത്തിലോട്ട് എങ്ങനെ ഡയറക്റ്റ് പോവാം. നമുക്ക് മെക്കാനിസത്തിൽ കൂടെ തന്നെ ഇത് പഠിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് മെക്കാനിസം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ചെയ്യുന്നത്
എന്താണ് എടുക്കുന്ന എക്സാമ്പിൾ? പോളി അസെറ്റ്ലീൻ ആണ് എടുക്കുന്ന എക്സാമ്പിൾ. 1 2 3 4 5 അത്രയും മതി നമുക്ക്. പോളി അസെറ്റ്ലീൻ എടുത്തു, ട്രീറ്റഡ് വിത്ത് ലൂയിസ് ബേസ് അല്ലേ. നടക്കേണ്ട പ്രോസസ്സ് റിഡക്ഷൻ. റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഞാൻ അഗെയിൻ ഇവിടെ സെലക്ട് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പൊസിഷൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ബോണ്ടിൻ്റെ അറ്റത്ത് 2 ഡോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഞാനത് അസ്യൂം ചെയ്യുന്നതാണ്. ഒരു ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബോണ്ട് ഈക്വലൻസ് ടു 2 ഇലക്ട്രോൺ. ആ ഒരു അസ്യൂമിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് പോവുക, കാരണം അതാണ് നമുക്ക് കുറച്ചുകൂടി ഈസി. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്, അതായത് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ ഞാനത് അടുത്ത സ്റ്റെപ്പിൽ കാണിക്കുകയാണ്. 1 2 3 4 5. അപ്പോൾ എവിടെ ചേഞ്ച് ഉണ്ടോ അവിടെ മാത്രം, ഇവിടെയൊക്കെ ചേഞ്ച് ഇല്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് വരുന്നത് ഒരു ഇലക്ട്രോണാണ്. അപ്പോൾ ആ ഒരു ഇലക്ട്രോണും ഇവിടെയുള്ള ഒരു ഇലക്ട്രോണും ഈ ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോണും കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ആൻഡ് ഇവിടെ റാഡിക്കൽ അവിടെ തന്നെ നിൽക്കും. ആൻഡ് ഫർദർ ഒന്നുകൂടി സെയിം റിയാക്ഷൻ നടക്കും. ദാറ്റ് മീൻസ് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ അപ്രോച്ച് ചെയ്യും, ഈ ഒരു പൊസിഷനിലോട്ടേക്ക് ഇലക്ട്രോൺ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് നമുക്ക് നോക്കാം. 1 2 3 4 5. 1 2 3 4. അപ്പോൾ ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആൻഡ് ഇവിടെയും ഒരു ഇലക്ട്രോൺ വരുന്ന സമയത്ത് ആ ഇലക്ട്രോണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെയും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇതാണ് ബൈപോളറോൺ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈപോളറോൺ. മനസ്സിലായോ? ഇതെന്താണ്? ഇത് പോളറോൺ ആണ്. 2 ചാർജ് വരുന്നതിനാണ് നമ്മൾ ബൈപോളറോൺ എന്ന് പറയുന്നത്. അല്ലാണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ഉള്ള മീനിങ് അല്ല, റാഡിക്കൽ അയോൺ, അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ ഈ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഇതിനെ തന്നെ, അതായത് ഈ ബോണ്ടിനെ ഞാൻ 2 നെഗറ്റീവ് ചാർജായിട്ടും 2 ഇലക്ട്രോണായിട്ടും, ഈ ബോണ്ടിനെ 2 ഇലക്ട്രോണായിട്ട്, ഈ ബോണ്ടിനെ ഈ ചാർജിന് 2 ഇലക്ട്രോണായിട്ട്, ഇതിനെയും 2 ഇലക്ട്രോണായിട്ട് അസ്യൂം ചെയ്യാം. ഇനി അസ്യൂം ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇനി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ നിന്നും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് അവിടെ ബാക്കിയുള്ളത് ആർക്കാണ് ഓർക്കണം, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതും ഈ ഇലക്ട്രോണും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും, ഒരു റാഡിക്കൽ ഇവിടെ ഫ്രീ ആവും. ആൻഡ് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഫ്രീ ആവും. ഇവിടെയും ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണും ഈ ഇലക്ട്രോണും കമ്പൈൻ ചെയ്തിട്ട് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ ഒരു റാഡിക്കൽ ഫ്രീ ആവും, ഇവിടെയും ഒരു റാഡിക്കൽ ഫ്രീ ആവും. അപ്പോൾ അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. 1 2 3 4 5. ഇവിടെ ചേഞ്ച് ഇല്ല, ഇവിടെയും ചേഞ്ച് ഇല്ല. എവിടെയാണ് ചേഞ്ച് ഉള്ളത്? ചേഞ്ച് ഉള്ളത് എങ്ങോട്ടാണ്? ഇവിടെയുള്ള ഈ നെഗറ്റീവ് എന്ത് വരികയാണ്? ഇവിടെ ഡയറക്റ്റ് ഇത് കാണിച്ചുകൊണ്ട് 1 2 3 4 5 അല്ലെങ്കിൽ ഈ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഒന്നിങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും, ഒരു നെഗറ്റീവ് ചാർജ് വരും. ആൻഡ് ഇവിടെ ഒരു റാഡിക്കൽ ഫ്രീ ആയിട്ട് കിടക്കും, ഒരു റാഡിക്കൽ അവിടെ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നടക്കുന്നതും ഒരു ഇലക്ട്രോൺ, ഈ പൊസിഷൻ നടക്കുന്നത്, ഇവിടെ നടക്കുന്നതും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, ബിക്കോസ് ഈ ഇലക്ട്രോണും ഇവിടെയും ഒരു റാഡിക്കൽ ഫ്രീ ആവും. ഇനി ഇവിടെയും ഒരു റാഡിക്കൽ ഫ്രീ ആണ്, ഇവിടെയും ഒരു റാഡിക്കൽ ഫ്രീ ആണ്, അത് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടൊരു ബോണ്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ പറയുന്ന മെക്കാനിസം, ഇതിൽ എൻ ഡോപ്പിങ്ങിൽ പറയുന്ന മെക്കാനിസം, എൻ ഡോപ്പിംഗ്. പോളി അസെറ്റ്ലീൻ തന്നെ എടുത്തിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, എന്താണ് കാണാൻ പറ്റുന്നത്? പോളറോൺസ് അല്ലെങ്കിൽ പോളറോൺസ് ആൻഡ് ബൈപോളറോൺസിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. ആദ്യം ഇവിടെയായിരുന്നു, ഇപ്പോൾ ഇവിടെയായിരുന്നു. ദാറ്റ് മീൻസ് ദേ ആർ മൊബൈൽ. ദാറ്റ് മീൻസ് ഇവിടെ പോളറോൺ ആൻഡ് ബൈപോളറോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ ബിക്കോസ് ദേ ആർ മൊബൈൽ ചാർജ് ഓർ കറണ്ട് കാരിയർ, ചാർജ് കാരിയർ, ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ. അപ്പോൾ ഇത്രയാണ് എൻ ഡോപ്പിങ്ങിൻ്റെ മെക്കാനിസം.
നെക്സ്റ്റ് എക്സ്ട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അപ്പോൾ എക്സ്ട്രിൻസിക് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആർ എക്സ്റ്റേണലി ഡ്യൂ ടു ദ കണ്ടക്ഷൻ ഓഫ് എക്സ്റ്റേണലി ആഡഡ് സബ്സ്റ്റൻസസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എലമെൻറ്റ് ഫീൽഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എലമെൻറ്റ് ഫീൽഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്? അപ്പോൾ പേരിൽ തന്നെ അഗെയിൻ അതിനുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. എലമെൻറ്റ് ഫീൽഡ് കണ്ടക്റ്റിംഗ്, അപ്പോൾ എലമെൻറ്റ് ഫിൽ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ കണ്ടക്റ്റിംഗ് എലമെൻറ്റ്, കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒരു നോർമൽ പോളിമേഴ്സിൽ, കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 കണ്ടക്റ്റിംഗ് എലമെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. കാർബൺ ബ്ലാക്ക്, മെറ്റാലിക് ഫൈബർ ആൻഡ് മെറ്റൽ ഓക്സൈഡ്സ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർബൺ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാർബൺ ബ്ലാക്ക് എടുക്കുകയാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇതിപ്പോൾ ഒരു പോളിമറാണ്, കണ്ടക്റ്റിംഗ് പോളിമറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഒരു പോളിമർ എടുത്തിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്? പോളിമറിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ കണ്ടക്റ്റിംഗ് എലമെൻറ്റ് ആഡ് ചെയ്യണം. ഇതിപ്പോൾ നോർമൽ പോളിമർ ആണെങ്കിൽ അതിൻ്റെ അകത്തോട്ടേക്ക് എന്ത് ആഡ് ചെയ്യുകയാണ്? കണ്ടക്റ്റിംഗ് എലമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്ന ഇത് വേറെ ഏതോ ഒരു എലമെൻറ്റാണ്, എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ സപ്പോസ് കാർബൺ ബ്ലാക്ക് ആണെങ്കിൽ അത് ഞാൻ എന്ത് ചെയ്യുകയാണ്? ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് എന്താണ്? കണ്ടക്റ്റിംഗ് എലമെൻ്റ് ആണ്. കണ്ടക്റ്റിംഗ് എലമെൻറ്റ് ലൈക്ക് കാർബൺ ബ്ലാക്ക് ആണെന്ന് അസ്യൂം ചെയ്യാം. ഞാനതാണ് എടുക്കുന്നത്. കുറച്ചുകൂടി ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും കാർബൺ ബ്ലാക്ക് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ഇവിടെ രണ്ടിനും 2 ഫങ്ഷനാണുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ പോളിമർ ആക്ട് ചെയ്യുന്നത് ബൈൻഡർ ആയിട്ടാണ്. പോളിമർ ഹിയർ ആക്ട് ആസ് ബൈൻഡർ ടു ബൈൻഡ് ദ കണ്ടക്റ്റിംഗ് എലമെൻറ്റ്സ് ടുഗെദർ. എന്താണ് പോളിമർ ചെയ്യുന്നത്? പോളിമർ ആക്ട് ആസ് എ ബൈൻഡർ ടു ഹോൾഡ് ദ കണ്ടക്റ്റിംഗ് എലമെൻറ്റ്സ് ടുഗെദർ ഇൻ ദ സോളിഡ് എൻറ്റൈറ്റി. മനസ്സിലായല്ലോ. ആൻഡ് കാർബൺ ബ്ലാക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് നമുക്കിതിനെ ഫില്ലർ എന്ന് വിളിക്കാം. ഇതിനെ എന്ത് വിളിക്കാം? ഫില്ലർ. നമ്മൾ എക്സ്റ്റേണലി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ നമ്മൾ എലമെൻറ്റ് ഫീൽഡ് കണ്ടക്റ്റിംഗ് പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ബ്ലാക്ക് ആണ്. ബിക്കോസ് കാർബൺ ബ്ലാക്കിന് ഹൈ സർഫസ് ഏരിയ ആണ്, മോർ പോറോസിറ്റി ഉണ്ട്, അതേപോലെ ഫിലമെൻറ്റസ് പ്രോപ്പർട്ടീസ് അതൊക്കെ കുറേ കൂടുതലാണ് കാർബൺ ബ്ലാക്കിന്. അതുകൊണ്ടാണ് ഇത് കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ സർഫസ് ഏരിയ ആൻഡ് മോർ പോറോസിറ്റി ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ഇവിടെ നമ്മൾ വേറൊരു ടേം കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പെർകൊളേഷൻ ത്രെഷ്ഹോൾഡ്. കാരണം അധികമൊന്നും ഇവിടെ നമുക്ക് പഠിക്കാനില്ല. പെർകൊളേഷൻ ത്രെഷ്ഹോൾഡ് എന്താണ്? പെർകൊളേഷൻ ത്രെഷ്ഹോൾഡ് എന്ന് പറയുന്നത് മിനിമം കോൺസെൻട്രേഷൻ ഓഫ് കണ്ടക്റ്റീവ് ഫില്ലർ വിച്ച് ഷുഡ് ബി ആഡഡ് so that the polymer starts conducting is known as percolation threshold. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫില്ലറിൻ്റെ മിനിമം കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷനിൽ ഈ പോളിമർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. ആ മിനിമം കോൺസെൻട്രേഷനെയാണ് നമ്മൾ പെർകൊളേഷൻ ത്രെഷ്ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി എലമെൻറ്റ് ഫീൽഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും അഡ്വാൻറ്റേജസ് കാണിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പോളിമേഴ്സ്? അഡ്വാൻറ്റേജസും കാണിക്കുന്നുണ്ട്. ഒരുപാട് അഡ്വാൻറ്റേജസും ഉണ്ട്. ഇങ്ങനത്തെ പോളിമേഴ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ടേം BLML എന്ന് ആലോചിച്ച് നോക്കുക. BLML ബി എന്ന് പറയുന്നത് ബൾക്ക് പ്രോപ്പർട്ടി, ബൾക്ക് കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന എലമെൻറ്റ് ഫീൽഡ്, ഇപ്പോൾ ഇതൊരു പോളിമറാണ്, എലമെൻറ്റ് ഫീൽഡ് പോളിമറാണ്, അതായത് ഇതിൽ കണ്ടക്റ്റിംഗ് എലമെൻറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള പോളിമറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ബൾക്ക് കണ്ടക്ടിവിറ്റി, നല്ല ഗുഡ് കണ്ടക്ടിവിറ്റി ആയിരിക്കും. ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബൾക്ക് ഏരിയയിൽ ഇതിൻ്റെ എന്താണ് കണ്ടക്ടിവിറ്റി ഗുഡ് ആയിരിക്കും. അപ്പോൾ ബൾക്ക് കണ്ടക്ടിവിറ്റി, ഗുഡ് ബൾക്ക് കണ്ടക്ടിവിറ്റി വേണമെങ്കിൽ നമുക്കിത് ഓർത്ത് വെക്കാം. കാരണം ഇവിടെ അധികം പോയിൻറ്റ്സ് ഒന്നും ഇല്ല നമുക്ക് പഠിക്കാൻ വേണ്ടി. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന പോളിമേഴ്സ് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഈ പോളിമേഴ്സിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്തിട്ട് ഈ പോളിമേഴ്സ് അതിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. പിന്നെ മെക്കാനിക്കലി ഡ്യൂറബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി ഡ്യൂറബിൾ. ഫൈനലി എൽ എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റും ആയിരിക്കും.
കാരണം കാർബൺ ബ്ലാക്ക് ഒക്കെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എലമെൻ്റാണ്, കണ്ടക്റ്റിംഗ് എലമെൻ്റാണ്. അപ്പോൾ നമ്മളിതിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പോളിമർ ഇങ്ങനെ ഉണ്ടാവുന്ന എലമെൻറ്റ് ഫീൽഡ് പോളിമേഴ്സ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലൊക്കെ യൂസ് ചെയ്യും, കീബോർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതൊരു ആപ്ലിക്കേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത്രയാണ് എലമെൻറ്റ് ഫീൽഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന ടേമും അത് ഫില്ലറായിട്ടും നമ്മൾ ആഡ് ചെയ്യുന്ന നോർമൽ പോളിമർ ബൈൻഡറായിട്ടും ആക്ട് ചെയ്യുന്നു എന്ന് ആലോചിച്ച് വെക്കുക. പെർക്കോളേഷൻ ത്രെഷ്ഹോൾഡ് എന്താണെന്നും ആലോചിച്ച് വെക്കുക. അഡ്വാൻറ്റേജസും പറ്റുമെങ്കിൽ ആലോചിച്ച് വെക്കുക. ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫൈനൽ ക്ലാസിഫിക്കേഷൻ ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമർ. എന്താണ് ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്? ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻ ആ നെയിമിൽ തന്നെയുണ്ട് അതിനുള്ള ഡെഫിനിഷൻ. എന്താണ്? ബ്ലെൻഡ് ചെയ്യുന്നു, നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പോളിമേഴ്സ്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, ബ്ലെൻഡിങ് ആണ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ 2 പോളിമേഴ്സ് എഴുതിയിട്ടുണ്ട്. ഒന്ന് പോളി അനിലിൻ, ഒന്ന് PVC. രണ്ടിൻ്റെയും ക്യാരക്ടേഴ്സ് ഇപ്പോൾ നമുക്കറിയാം. PVC എന്ന് പറഞ്ഞാൽ നോർമൽ കൺവെൻഷണൽ പോളിമേഴ്സ്, ദേ ആർ ഇൻസുലേറ്റേഴ്സ് അല്ലേ. പോളി അനിലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടക്ട് ചെയ്യുന്ന പോളിമേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ? ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെയുള്ള നോർമൽ കൺവെൻഷണൽ പോളിമർ ഈസ് ബ്ലെൻഡഡ് വിത്ത് കണ്ടക്റ്റിംഗ് പോളിമർ ലൈക്ക് എനി കണ്ടക്റ്റിംഗ് പോളിമർ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇത് രണ്ടിൻ്റെയും മിക്സ്ചറായിട്ടുള്ള ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പോളിമർ നമുക്ക് ഔട്ട്കം ആയിട്ട് കിട്ടും. ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ടൊരു ബ്ലെൻഡഡ് ആയിട്ടുള്ള പോളിമേഴ്സ് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പോളിമേഴ്സിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജസ്? ഇങ്ങനെ കിട്ടുന്ന പോളിമേഴ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എടുത്താൽ, കെമിക്കൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എല്ലാ പ്രോപ്പർട്ടി എടുത്താലും കമ്പയർ ടു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീനേക്കാളും ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ഇത് പ്രോസസ്സ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഇങ്ങനെ ഉണ്ടാവുന്ന ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? സച്ച് പോളിമേഴ്സ് പ്രോസസ് ബെറ്റർ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാൻ ബി ഈസിലി പ്രോസസ്ഡ്. അപ്പം ബെറ്റർ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഇങ്ങനെ വരുന്ന ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന് ഉണ്ടാവാമെന്ന് ഓർത്താൽ മതി. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഏതെങ്കിലും 2 പോളിമേഴ്സ് മിക്സ് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്യുന്നു എന്ന് എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തത് PVCയും പോളി ആനിലിനാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള പോളിമറും ഒരു കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള പോളിമറും മിക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ ഇതിനുള്ള എക്സാമ്പിളായി. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൽ വരുന്നത്. ഇനി ഫൈനലി നമ്മൾ ഒരു കാര്യം കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് എൻഡ് ചെയ്യാം. എന്താണ് നമ്മൾ ലാസ്റ്റ് ഫൈനലി ഡിസ്കസ് ചെയ്യുന്നത്? കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ആപ്ലിക്കേഷനാണ്. അതായത് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് നമ്മൾ സെൻസേഴ്സിൽ യൂസ് ചെയ്യും. ബയോ സെൻസേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ സെൻസേഴ്സിൽ യൂസ് ചെയ്യാം. അതൊരു ആപ്ലിക്കേഷനാണ്, ബയോ സെൻസേഴ്സ് ഓർ കെമിക്കൽ സെൻസേഴ്സ്. പിന്നെ നമ്മൾ ചാർജുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റീചാർജബിൾ ബാറ്ററീസിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതും നമ്മൾ വേണമെങ്കിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ സിസ്റ്റം. പിന്നെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആൻഡ് ഡയോഡ്സിൽ യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി ഒരു ആപ്ലിക്കേഷൻ കൂടി പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സിലൊക്കെ യൂസ് ചെയ്യാം. പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സ്. ഇപ്പോൾ ഇത് തന്നെ നിങ്ങൾ പഠിക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായ സോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻസും ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇതൊരു എൻഡ് ചെയ്യുന്ന പോയിൻ്റ് ആയതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. സ്റ്റിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കണ്ടക്റ്റിംഗ് പോളിമർ. അതുപോലെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. കാരണം നമ്മൾ കൂടുതലും പഠിച്ചിട്ടുണ്ടാവുക നോർമൽ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള പോളിമേഴ്സാണ്.
നമ്മൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് അധികം അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഇപ്പോഴും അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ്റെ ക്ലാസ് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയയാണ്. ഡോപ്പിംഗ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, കാരണം നമ്മുടെ സിലബസിൽ ഡോപ്പിംഗ് എന്ന് പറയുന്നത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെക്കാനിസം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. സോ താങ്ക് യു.